കോട്ടയം സഭയുടെ ഈ വചനപഠന പരമ്പരയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കോട്ടയം സഭയിൽ നിന്നും ഇന്ന് സംബന്ധിച്ചിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ പ്രാരംഭമായി അറിയിക്കട്ടെ. ഈ വചന പഠന പരമ്പരയിൽ ഭാഗവാക്കാകുവാൻ എനിക്കും ഒരവസരം നൽകിയ കോട്ടയം സഭയിലെ അധ്യക്ഷന്മാർക്കും മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകാൽ കർത്തൃദാസൻ ചാണ്ടപ്പിള്ള പെരുപ്പ് സഹോദരനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ പ്രത്യേക പഠനത്തിൽ നാം യൂദയുടെ ലേഖനത്തിലെ അതിവിശുദ്ധ വിശ്വാസം എന്ന വിഷയമാണ് ചിന്തിച്ച് കൊണ്ടിരിക്കുന്നത്. അതിലെ അവസാന ഭാഗമാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി ഒരിക്കലായിട്ട് നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം, ദുരുപദേശത്തിന്റെ നുഴഞ്ഞുകയറ്റം, ദുരുപദേശത്തിന് വരുന്ന ശിക്ഷാവിധി, ഈ 3 വിഷയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ദുരുപദേശത്തിന് വരുന്ന ശിക്ഷാവിധിയോട് ബന്ധപ്പെട്ട് വിശ്വാസവും അനുസരണക്കേടും എന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത്. അതിൽ 5 തരം ശിക്ഷാർഹമായ പാപങ്ങളെക്കുറിച്ച് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത് നാം കാണുകയുണ്ടായി. അതിൽ ഒന്നാമത്തെ ദുർമോഹം, പിന്നെ വിഗ്രഹാരാധന എന്നീ ഉപദേശങ്ങളാണ് നാം ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അടുത്തതായി ഈ 5 പാപങ്ങളോട് ബന്ധപ്പെട്ട്, അതായത് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്ന ഇസ്രായേലിന്റെ 5 പാപങ്ങൾ, അവിശ്വാസവും അനുസരണക്കേടും എന്ന വിഷയത്തിൽ ഉൾക്കൊള്ളുന്ന 5 വിഷയങ്ങളിൽ അടുത്തതായിട്ട് പരസംഗം എന്ന വിഷയമാണ് അപ്പോസ്തലൻ അവിടെ വ്യക്തമാക്കുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിലാണ് നാം അത് വായിക്കുന്നത്. പരസംഗം എന്ന വിഷയം സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് നാം വായിക്കുന്നത്. ദൈവജനത്തിന്റെ ഇടയിലേക്ക് ആ പുരോഹിതന്മാരും മറ്റെല്ലാ ആളുകളും ഇരിക്കുന്ന സ്ഥലത്തേക്ക് മിദ്യാന്യ സ്ത്രീകളുമായി ഇസ്രായേല്യർ കടന്നു വരികയും അങ്ങനെ അവർ മ്ലേച്ഛത പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫിനെഹാസ് അഹരോന്റെ കൊച്ചുമകനാണ്, പുരോഹിതനാണ്. ആ ഫിനെഹാസ് ആണ് അതിനൊരു പരിഹാരം വരുത്തിയതായിട്ട് നാം അവിടെ വായിക്കുന്നത്. ഒരു ഇസ്രായേലിനെയും അവനോട് കൂടെ ഉണ്ടായിരുന്ന സൂരെന്ന് പറയുന്ന ഒരു പ്രഭുവായിരുന്നു. ആ പ്രഭുവിന്റെ മകളെ കൂടെ ചേർത്ത് കുന്തം കൊണ്ട് കുത്തിക്കൊന്ന് ദൈവത്തിന്റെ കോപം ശമിപ്പിക്കുവാൻ ഇടയായി തീർന്നു. 23,000 ആളുകൾ അന്ന് മരിച്ചു പോകുവാൻ ഈ മ്ലേച്ഛത നിമിത്തം, ഈ വലിയ പാപ നിമിത്തം ദൈവം അയച്ച ബാധയാൽ മരിച്ചു പോകുവാനായിട്ട് ഇടയായി തീർന്നു. അത് എത്ര വലിയൊരു ശിക്ഷയായിരുന്നു എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. ദൈവാത്മാവ് അപ്പോസ്തലനിലൂടെ നമ്മെ ഉപദേശിക്കുന്നതും ഈ നിലയിലുള്ള മാരകമായ പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ്. പരസംഗം എന്ന് പറയുന്നത് നാം ഇതിനു മുമ്പ് ചിന്തിക്കുകയുണ്ടായി. അവിവാഹിതര് തമ്മിലുള്ള തെറ്റായിരിക്കുന്ന ബന്ധത്തിനാണ് പരസംഗം എന്ന് പറയുന്നത്. വ്യഭിചാരം എന്ന് പറയുന്നത് വിവാഹിതർ സ്വന്തം ഇണകളുമായി അല്ലാതെയുള്ള ബന്ധത്തിനാണ്, അവിഹിത ബന്ധത്തിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. ഏതാണ്ട് മാനവചരിത്രത്തിന്റെ ആരംഭം മുതൽ തന്നെ മറ്റൊരു വലിയ കൊടിയ പാപം മനുഷ്യന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് സോതോമിലാണ് ആദ്യമായിട്ട് നാം കാണുന്നത്. എങ്കിലും അവിടെയല്ല അതിന്റെ ആരംഭം എന്ന് നമുക്കറിയാം. അതിനു മുൻപേ അതിന്റെ ആരംഭം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം ചിന്തിക്കുവാൻ. അങ്ങനെ ആ കൊടിയ പാപം പിന്നെയും ആവർത്തിക്കപ്പെട്ടു. അത്
ചെയ്യുമ്പോൾ അതിന് നിയമാനുസൃതമായ അനുവാദം ഉണ്ടാകുവാനായിട്ടിടയായി തീർന്നു. നിയമപരമായി അത് ശരിയാണ് എന്ന് വന്നിരിക്കുകയാണ്. പുരുഷന്മാർക്ക് പുരുഷന്മാരെ വിവാഹം ചെയ്യാം, അവരോടൊരുമിച്ച് ജീവിക്കാം. സ്ത്രീകൾക്ക് സ്ത്രീകളെ വിവാഹം ചെയ്യാം, അവരോടൊരുമിച്ച് ജീവിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിൽ ഇതിന്റെ വലിയ ഭവിഷ്യത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപമാനകരമായ ഈ കാര്യം ദൈവത്തിനൊട്ടും സഹിച്ചുകൂടാത്ത വലിയ പാപമാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആ വലിയ പാപത്തിൽ ഏർപ്പെട്ടവരെ ദൈവം അപമാന രാഗങ്ങളിൽ ഏൽപ്പിക്കുകയും അവർ അപലക്ഷണമായത് പ്രവർത്തിക്കുവാനായിട്ട് ദൈവം അവരെ കൈവിട്ട് കളയുകയും ചെയ്തു എന്ന് നാം കാണുന്നു. ഇത് വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കാരണവശാലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു വലിയ പാപമാണ്. അതിനോടൊപ്പം തന്നെ നിൽക്കുന്നതാണ് വ്യഭിചാരവും പരസംഗവും. ഇത് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്ന് മാത്രം പറഞ്ഞ് ആ വിഷയം നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ 4-ാമത്തെ പാപം അല്ലെങ്കിൽ 4-ാമത്തെ ശിക്ഷാർഹമായ പാപം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അത് ദൈവത്തെ പരീക്ഷിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ സംശയിക്കുക, ദൈവം പറഞ്ഞത് അനുസരിക്കാതിരിക്കുക, ദൈവത്തെ പരീക്ഷിക്കുക, അതാണ് ആ വലിയ പാപമായും ശിക്ഷാർഹമായ പാപമായി ദൈവാത്മാവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ് ആ കാര്യം നാം വായിക്കുന്നത്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ് ദൈവത്തെ പരീക്ഷിക്കുകയും ദൈവത്തോട് മറുതലിക്കുകയും ചെയ്തതിന്റെ ഫലമായി ദൈവം അഗ്നിസർപ്പങ്ങളെ അവരുടെ ഇടയിലേക്ക് അയച്ച് അവരെ ശിക്ഷിച്ചു. എന്നാൽ അവർക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുകയും ആ മാനസാന്തരത്തിന്റെ ഫലമായി ദൈവം അവർക്കൊരു പരിഹാര മാർഗം നിശ്ചയിക്കുകയും ചെയ്തു എന്നുള്ളത് നാം കാണുന്നുണ്ട്. പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അവരുടെ ക്യാമ്പിൽ ഒരു കൊടിമരത്തിൽ ഉയർത്തി നിർത്തുക. കടി ഏൽക്കുന്നവൻ, പിച്ചള സർപ്പത്തിന്റെ കടി ഏൽക്കുന്നവൻ കണ്ണുയർത്തി ആ കൊടിമരത്തിലേക്ക് നോക്കുമ്പോൾ, ആ പിച്ചള സർപ്പത്തെ നോക്കുമ്പോൾ അവന് മരിച്ചു പോകാതെ ജീവൻ ലഭിക്കുവാൻ ഇടയായി തീരും എന്നുള്ളതായിരുന്നു ആ പരിഹാര മാർഗം. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ സൂചിപ്പിക്കുന്നതാണ്. മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. നമ്മുടെ കർത്താവിനെ ക്രൂശിക്കപ്പെട്ടവനായി പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ആ പരസ്യമായി നിർത്തപ്പെട്ടിരിക്കുന്ന നമ്മുടെ കർത്താവിലേക്ക് ആര് നോക്കുന്നോ അവർക്ക് കൊടിയ പാപത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നു. ആ പിച്ചള സർപ്പം, ആ അഗ്നിസർപ്പമായ സാത്താന്റെ കടിയിൽ അകപ്പെട്ടു പോകാതെ, അത് ആ കടി കൊള്ളാതെ രക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിലേക്ക് നാം കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ അവനെ നാം കർത്താവും രക്ഷകരമായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ആ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും. അല്ലാത്ത ഒരു വ്യക്തിക്ക് പോലും, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കാണാത്ത ഒരു വ്യക്തിക്ക് പോലും രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധ്യമല്ല, നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. വലിയവനായ ദൈവം സമാഗമന കൂടാരം ഉണ്ടാക്കുവാൻ മോശയോട് പറഞ്ഞപ്പോൾ ആ സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശനത്തിൽ തന്നെയാണ് യാഗപീഠം ഉണ്ടാക്കേണ്ടിയിരുന്നത്. സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിക്കേണ്ട, പ്രാകാരത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരു വ്യക്തിക്ക് യാഗപീഠത്തെ കണ്ട് മാത്രമേ, യാഗപീഠത്തിന്റെ അടുക്കൽ ചെന്ന് മാത്രമേ അവന് അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശിലെ മരണത്തെയാണ് ഈ യാഗപീഠം കാണിക്കുന്നത്. ദൈവത്തിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തിക്ക് ചെല്ലണമെങ്കിൽ, പ്രവേശിക്കണമെങ്കിൽ ആ യാഗപീഠത്തിന്റെ അടുക്കലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ, ക്രൂശിക്കപ്പെട്ട കർത്താവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ അറിയാതെ, കാണാതെ, സ്വീകരിക്കാതെ, അംഗീകരിക്കാതെ ഒരു വ്യക്തിക്ക് പോലും ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല, രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം
നാം ഓർക്കേണ്ടത് ആവശ്യമുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴവർക്ക് സുപ്രസാദ സമയമാണ്. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. നാളെ ഒരുപക്ഷെ നമുക്ക് കിട്ടിയില്ല എന്ന് വരാം. ഇന്ന് നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുക, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഇടയാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് കൊടിയ ആ ശിക്ഷാവിധിയിൽ നിന്ന് വലിയവനായ ദൈവം നമ്മെ വിടുവിച്ചിരിക്കുന്നു. തന്റെ ക്രൂശിലെ മരണം അതിന് കാരണമായി തീർന്നിരിക്കുന്നു എന്ന് നമുക്കറിയാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അഞ്ചാമത്തെ അവരുടെ വലിയ പാപവും ശിക്ഷയും വന്നിരിക്കുന്നത് പിറുപിറുപ്പാണ്. അവരെ പിറുപിറുക്കുന്നവരായിരുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. മോശയ്ക്കെതിരായിട്ട് അവർ പിറുപിറുത്തു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ് ആ സംഭവം നാം കാണുന്നത്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 2 മുതൽ 7 വരെ. എല്ലാ നന്മകളും ദൈവത്തിൽ നിന്ന് അനുഭവിക്കുമ്പോഴും ഒരു ചെറിയ കാര്യം അവർക്കുണ്ടായാൽ മതി, അവരപ്പോൾ തന്നെ മോശയ്ക്ക് എതിരായിട്ട് ആദ്യം പിറുപിറുക്കും, പിന്നെ ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കും. അങ്ങനെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ഉണ്ടാകുകയും അവരെ ശിക്ഷിക്കപ്പെടുവാനായിട്ട്, നശിച്ചു പോകുവാനായിട്ട് ഇടയായി തീരുകയും ചെയ്യുന്ന ദാരുണമായിരിക്കുന്ന അവസ്ഥയാണ് നാം അവിടെ വായിക്കുന്നത്. ഇസ്രായേൽ ജനം ശിക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഈ പിറുപിറുപ്പ് എന്നുള്ളത് നമ്മുടെ ദുഷ്ടഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. നമ്മുടെ ദുഷ്ടഹൃദയം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടതാണ്. എന്നിട്ടും നാം ആ ദുഷ്ടതയുടെ പുറകെ പോകുന്ന, ആ തെറ്റായിരിക്കുന്ന ഉപദേശം, തെറ്റായിരിക്കുന്ന ജീവിതചര്യ, തെറ്റായിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പാപം. നമ്മുടെ ദൃഷ്ടാന്തത്തിന് നമുക്കൊരു മുന്നറിയിപ്പായിട്ടാണ് ഇത് എഴുതി തന്നിരിക്കുന്നത് എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അങ്ങനെ നാം വായിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനെ പുറകോട്ട് കൊണ്ടുപോകുന്ന തെറ്റായിരിക്കുന്ന ഉപദേശങ്ങളാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ആ ദുരുപദേശങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയണം. അല്ലെങ്കിൽ ഈ ദുരുപദേശത്തിന്റെ ഫലമായി നമുക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നാം മറന്നു പോകുവാൻ പാടില്ലാത്ത കാര്യമാണ്. മിസ്രൈമിലെ തീച്ചൂളയിൽ നിന്നും വലിയവനായ ദൈവം അവരെ വിടുവിച്ച് മരുഭൂമിയിലൂടെ നടത്തി വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ദൈവത്തിലുള്ള അവരുടെ അവിശ്വാസവും അവരുടെ അനുസരണക്കേടും അവരെ നാം നേരത്തെ ചിന്തിച്ചതുപോലെ കിബ്രോത്ത് ഹത്താവയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ ഇവിടെ കുഴിച്ചിട്ടു എന്നാണ് അതിന്റെ ആശയം. അങ്ങനെ ആ വലിയ തെറ്റുകൾ അവർ ചെയ്തതിന്റെ ഫലമായി അവർക്ക് ശിക്ഷ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസവും അനുസരണക്കേടും ഉണ്ടാകരുത്. അവിശ്വാസം എന്നുള്ളത് തെറ്റായിരിക്കുന്ന ഒരു ഉപദേശത്തിലേക്ക് വരുന്നതാണ്. അനുസരണക്കേട് തെറ്റായ ഉപദേശത്തിൽ വരുന്നതാണ്. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകാതിരിക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. ഒന്നാമത്തെ നാം ചിന്തിച്ച കാര്യം ഈ ഉപദേശത്തോട് ബന്ധപ്പെട്ട് അവിശ്വാസവും അനുസരണക്കേടും എന്ന വിഷയമാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ദൈവജനം അവർ വഴിയിൽ നശിച്ചു പോകത്തക്ക രീതിയിൽ പാപം ചെയ്തു എന്നാണ് ആദ്യമായിട്ട് നാം കണ്ടത്. രണ്ടാമത്തെ കാര്യം യൂദ പറയുന്നത് പാപം ചെയ്ത ദൂതന്മാരെയാണ്, ദൂതന്മാരെ കുറിച്ചാണ്. അവരെ നമ്മുടെ ദൃഷ്ടാന്തമായിട്ട്, നമുക്ക് ഉദാഹരണമായിട്ട് കൊണ്ടുവരികയാണ്. അതിന്റെ യൂദായുടെ ലേഖനം 6-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. നമുക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുന്ന ആ കാര്യം, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ശിക്ഷിച്ചിരിക്കുന്നു. അത് ദൂതന്മാരോടുള്ള ബന്ധത്തിൽ ആണ്, നമുക്ക് ബാധകമല്ല എന്നൊക്കെ നമുക്ക് ചിന്തിക്കാമെങ്കിലും നമ്മളുടെ ബുദ്ധിയുപദേശത്തിനായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ള ബന്ധത്തിൽ ആ കാര്യങ്ങളും നാം ചിന്തിക്കുവാനായിട്ട് ആവശ്യമുള്ള കാര്യമാണ്. അതിന്റെ 6-ാം വാക്യം, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി
എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ദൂതസംഘം, ഇവിടെ ദൂതന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദൂതസംഘം ആദിയിൽ ദൈവത്തോട് മത്സരിച്ച് പിശാചായി തീർന്ന ലൂസിഫർ അല്ല. ലൂസിഫറും ലൂസിഫറിന്റെ ആളുകളുമല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ലൂസിഫറിന്റെ കൂടെയുള്ള കിങ്കരന്മാർ, അവന്റെ ആളുകളും അനുയായികളും, അവരൊരു കൂട്ടം ദൂതന്മാർ നശിച്ചു പോവുകയും മറ്റൊരു കൂട്ടം ദൂതന്മാർ സ്വർലോകങ്ങളിലേക്ക് കരേറിപ്പോവുകയും അവിടെ അവരുടെ സിംഹാസനം വെച്ച് വാഴുകയും ചെയ്യുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നാം സ്വർലോകത്തിലെ സൈന്യത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, അത് പാപം ചെയ്ത ലൂസിഫറിന്റെ കൂടെയുള്ള ദൂതന്മാരുമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദൂതന്മാർ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് അവരെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ അല്പം അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് അവിടെ നാം കാണുന്നത്. അവിടെ ദൈവപുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു, വിവാഹം ചെയ്ത് അവരവിടെ ജീവിച്ചു എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അത് വലിയ പാപഹേതുവായി തീർന്നു. അത് നിമിത്തം തന്നെ ദൈവം മനുഷ്യനെ നശിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ആ ദൂതന്മാരെ, ദൈവപുത്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ആ ദൂതന്മാരെ ചങ്ങലയിട്ട് മഹാദിവസത്തിന്, മഹാന്യായവിധിക്കായി ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് യൂദാ പറയുമ്പോൾ അത് ശരിയാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവം ഉണ്ടായിത്തീരുന്നു. സ്വർഗത്തിലെ ദൂതന്മാർ അവർ വിവാഹത്തിന് കൊടുക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്യുന്നവരല്ല. പക്ഷേ അവർ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മനുഷ്യ ശരീരം പ്രാപിച്ചാണ് അവരിറങ്ങി വരുന്നത്. ആ മനുഷ്യ ശരീരത്തിൽ ദൈവപുത്രന്മാര് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മനുഷ്യപുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം ചെയ്ത് ഈ ലോകത്തിൽ അവരങ്ങ് ജീവിക്കാൻ തുടങ്ങി. അതാണ് സ്വന്തം വാസസ്ഥലം വിട്ടുപോയി എന്ന് പറയുന്നത്. അവരുടെ വാസസ്ഥലം സ്വർഗമാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ദൂതന്മാരായി അവരവിടെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടവരായിട്ട് കഴിയേണ്ടവരാണ്. എന്നാൽ അവർ ആ വാസസ്ഥലം വിട്ട് ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിൽ സ്ഥിരവാസമാക്കി അവർക്കുണ്ടായ മക്കൾ വീരന്മാരാണ്, മല്ലന്മാരാണ് എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് ദൂതന്മാർ ചെയ്ത മഹാപാപമാണ്. അതോടൊപ്പം തന്നെ മനുഷ്യർ ചെയ്ത മഹാപാപമാണ്. അതുകൊണ്ട് മനുഷ്യരെ പരിപൂർണമായിട്ട് നശിപ്പിച്ചു കളയുവാൻ ദൈവം തീരുമാനിച്ചു. നോഹയും കുടുംബത്തെ ഒഴികെ ബാക്കി ഉള്ളവരെ എല്ലാം ദൈവം നശിപ്പിച്ചു കളഞ്ഞു. ഈ ദൂതന്മാരെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അവരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പത്രോസ് അപ്പോസ്തലനും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ ഈ ദൂതന്മാരുടെ ഈ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. അപ്പോൾ ഈ സംഭവം 2 കാര്യങ്ങളും അപ്പോസ്തലനായ പത്രോസും യൂദായും പറയുന്ന കാര്യം ഒരേ കാര്യമാണ്. അവർ ഈ ദൂതന്മാർ, ദൈവദൂതന്മാർ ചെയ്ത പാപം അത് വലിയ പാപമാണ്. അതുകൊണ്ട് ആ പാപത്തിന് വലിയ ശിക്ഷ ദൂതന്മാർക്ക് നൽകുവാനായി അവരെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. മനുഷ്യവർഗത്തിന് ശിക്ഷ നൽകുകയും ചെയ്തു. ഇത് ദൂതന്മാരോടുള്ള ബന്ധത്തിൽ ദൈവം ഇത്ര കർശനമായി ഇടപെട്ടുവെങ്കിൽ മനുഷ്യരായിരിക്കുന്ന നമ്മൾ എത്രമാത്രം കരുതലുള്ളവരായി നാം ജീവിക്കണമെന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ആവശ്യമുള്ള കാര്യം. ദൂതന്മാരെ ആദരിക്കാതെ അവരിനി ഇറങ്ങി നടന്ന് പ്രശ്നമുണ്ടാക്കരുത്. അതുകൊണ്ട് അവരെ ചങ്ങലയിട്ട് അന്ധതമസിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇനി അവർക്ക് വലിയ ന്യായവിധി വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഈ ദൂതന്മാർ ചെയ്തതുപോലെയുള്ള അവിഹിത ബന്ധം നമുക്കുണ്ടാകരുത്. ഇവിടെ മനുഷ്യന്റെ പുത്രിമാര് എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. എല്ലാവരും എന്നോട് യോജിക്കണം എന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. മനുഷ്യരുടെ സൗന്ദര്യമുള്ള പുത്രിമാരെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്
രക്ഷിക്കപ്പെടാത്ത ആളുകളെ ഉദ്ദേശിച്ചാണ്. ദൈവപുത്രന്മാരെന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന നമുക്ക് സാദൃശ്യമായിട്ടെടുത്ത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് എന്ന് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ രക്ഷിക്കപ്പെടാത്ത ആളുകളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത് ദൈവം സഹിക്കാത്ത, ദൈവം ക്ഷമിക്കാത്ത തെറ്റായിരിക്കുന്ന കാര്യമാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും, നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ദുർനടപ്പിന്റെ ശിക്ഷാവിധിയാണ് അവർക്ക് ലഭിക്കുവാനായിട്ടിടയായത്. ആ ശിക്ഷാവിധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനമായിരിക്കുന്ന വിഷയം. അതിനോട് ബന്ധപ്പെട്ട് അതിന്റെ മൂന്നാമത്തെ കാര്യം യൂദ നമ്മെ ഓർപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, നാം അവിശ്വാസം ഉള്ളവരും അനുസരണം കെട്ടവരുമായിരിക്കരുത്. രണ്ടാമത്തെ കാര്യം, നാം പാപത്തിൽ അടിപ്പെടരുത്, നാം ഒരിക്കലും ദുർനടപ്പിലേക്ക് പോകരുത്. മൂന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം പാപം ചെയ്ത ദൂതന്മാരുടെ ദൃഷ്ടാന്തമാണ്. മൂന്നാമത്തെ ഉദാഹരണം യൂദ പറയുന്നത് സോദോം ഗൊമോറയെ കുറിച്ചാണ്. അതിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സോദോം ഗൊമോറ അന്യജഡം മോഹിച്ച് അവരും ദുർനടപ്പ് ചെയ്തു, അതുകൊണ്ട് അവരെ ദൈവം ഉന്മൂലനാശം ചെയ്തു കളഞ്ഞു. 7-ാം വാക്യം. അതുപോലെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് ദുർനടപ്പ് ആചരിച്ച് അത്യന്തം അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്കായി ശിക്ഷാവിധി സഹിച്ചു. അത് നമുക്ക് ദൃഷ്ടാന്തമായി കിടക്കുന്നു. സോദോം ഗൊമോറയുടെ ചരിത്രം മുഴുവൻ നമുക്കറിയാം. അവിടെ സ്വർഗ രതി എന്ന് പറയുന്ന ആ മഹാപാപമാണ് അവിടെ സംഭവിച്ചത്. അത് ദൈവം പരിപൂർണമായിട്ടും വെറുക്കുകയും ദൈവം ശിക്ഷിക്കുകയും ചെയ്യുന്ന മഹാപാപമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് ലോത്ത്, അവിടെ ജീവിച്ച ലോത്തിനെ വിടുവിക്കുകയും അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നതും, അങ്ങനെ രക്ഷപ്പെട്ടു പോന്നിട്ടും ആ ലോത്തിന്റെ ഭാര്യ അവൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയാതെ അവൾ ഉപ്പുതൂടായി തീർന്ന കാര്യവും നമുക്കറിയാം. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ലോത്തിന്റെ ഭാര്യയെ ഓർക്കുവാനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ അവളുടെ ദുരാഗ്രഹവും അവളുടെ അത്യാഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ, നീ വലഞ്ഞുപോയ നീതിമാനെന്ന് ലോത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ പറയാതിരിക്കുവാൻ നാം അത് ദൃഷ്ടാന്തമായിട്ടെടുക്കുകയും ഈ ലോകം നശിച്ചു പോകുന്നതോടൊപ്പം നമുക്ക് നശിച്ചു പോകുവാൻ സാധ്യമല്ല. ദൈവം കർത്താവ് നമ്മെ തന്റെ രക്തത്താൽ വീണ്ടെടുത്തതാണ്. എന്നാൽ അതിന്റെ ഓഹരിക്കാരായി നീ തീരുവാൻ ഇടയാകാതെ നാം വളരെ ശ്രേഷ്ഠതയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കണം. പാപത്തോട് അകന്ന് ജീവിക്കുവാൻ കഴിയണം. 1-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ദൈവജനം ഒരിക്കലും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരാണ് അവിടെ ദുഷ്ടന്മാരായിട്ട് പറയുന്നത്. അത് രക്ഷിക്കപ്പെടാത്തവർ സാത്താന്റെ ഉപദേശമനുസരിച്ച് ജീവിക്കുന്നവരാണ്. ദുഷ്ടൻ സാത്താനാണ്. ആ ദുഷ്ടന്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് ദുഷ്ടന്മാർ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നത്. അവർ രക്ഷിക്കപ്പെടാത്തവരാണ്. രക്ഷിക്കപ്പെട്ടവർ ഒരിക്കലും ദുഷ്ടനായ പിശാചിന്റെ ആലോചന അനുസരിച്ച് ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ആലോചന അനുസരിച്ചല്ല ദൈവമക്കൾ ജീവിക്കേണ്ടത്. ദൈവമക്കൾക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവിക സത്യങ്ങളുണ്ട്, ദൈവവചനമുണ്ട്, ദൈവദാസന്മാരുണ്ട്. ദൈവദാസന്മാർ ദൈവവചനത്തിൽ നിന്ന് നമ്മെ പ്രബോധിപ്പിക്കുമ്പോൾ ആ പ്രബോധനം അനുസരിച്ച്, ആ ആലോചന അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അവന്റെ വഴിയിലൂടെ നാം നടന്നു കഴിയുമ്പോൾ, കുറെ നടന്നു കഴിയുമ്പോൾ നാം നിൽക്കേണ്ടി വരും. നാം ക്ഷീണിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേക കാര്യത്തോട് ബന്ധപ്പെട്ട് കുറെ നടന്നു കഴിയുമ്പോൾ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ എവിടെയാണ് നാം നിൽക്കുന്നത്? പാപികളുടെ വഴിയിലാണ് നാം നിൽക്കുന്നത്.
അവിടെ ഉള്ളവരെല്ലാം പാപത്തിൽ ജീവിക്കുന്നവരാണ്. ആ പാപത്തിൽ ജീവിച്ച് അവരോട് ചേർന്ന് അവരുടെ പാപത്തിന് ഓഹരിക്കാരായി തീരുവാനിടയാകരുത്. നാം തീമോഥെയോസ് ലേഖനത്തിൽ വായിക്കുന്ന അന്യരുടെ പാപങ്ങളിൽ നിങ്ങൾ ഓഹരിക്കാരാകരുത്. അതുകൊണ്ട് പാപികളുടെ വഴിയിൽ നിൽക്കാനിടയാകരുത്. മൂന്നാമത്തേത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. കുറെ സമയം നിന്ന് കഴിയുമ്പോൾ പിന്നെ ഇരിക്കണം, ഇരിക്കാതെ പറ്റില്ല. അപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? പരിഹാസികളുടെ മധ്യത്തിലാണ്. ആ പരിഹാസികളുടെ മധ്യത്തിൽ ഇരുന്ന് ദൈവത്തെ പരിഹസിക്കുന്നു, ദൈവദാസന്മാരെ പരിഹസിക്കുന്നു, ദൈവജനത്തെ പരിഹസിക്കുന്നു, ദൈവത്തിന്റെ എല്ലാ പദ്ധതികളെയും പരിഹസിക്കുന്ന ഒരു വല്ലാത്ത നികൃഷ്ടമായ ആളുകളായിട്ട് ഇരിക്കുന്നവരുടെ മധ്യത്തിൽ ചെന്നിരുന്നാൽ നാമും അവരെ പോലെ ആയിത്തീരുകയാണ്. അതുകൊണ്ട് ഒരിക്കലും തെറ്റായിരിക്കുന്ന ജീവിത ശൈലി നമുക്കുണ്ടാകുവാൻ ഇടയാകാതെ ദൈവവചനത്തിലെ ഉപദേശങ്ങൾക്കനുസൃതമായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ പാപത്തിന്റെ ശിക്ഷാവിധി നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അത് ദൂതന്മാരായാൽ ദൈവം ശിക്ഷിക്കും എങ്കിൽ ദൂതന്മാര് മാത്രമല്ല, നമ്മെയും ദൈവം ശിക്ഷിക്കും എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. അടുത്തതായിട്ട് നാലാമത്തെ നമ്മളുടെ വിഷയത്തിലേക്കാണ് നാം വരുന്നത്. ആ നാലാമത്തെ വിഷയം അപ്പോസ്തലന്മാരിലൂടെ ലഭിച്ച ഉപദേശം ഓർക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യണം. യൂദായുടെ ലേഖനം 17-ാം വാക്യമാണ് നമുക്കതിന് അത് നാം കാണുന്നത്. യൂദ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോസ്തലന്മാർ നിങ്ങളോ പ്രിയരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്നവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. വളരെ വ്യക്തമായി യൂദാ പറയുകയാണ്, അപ്പോസ്തലന്മാരെ നമുക്ക് ഉപദേശിച്ചു തന്ന ആ ഉപദേശം അത് നാം മുറുകെ പിടിക്കുവാനായിട്ട് സാധിക്കണം. വിശുദ്ധ പ്രവാചകന്മാർ നമുക്ക് തന്നിരിക്കുന്ന ആ പ്രവചനങ്ങളെ നാം നോക്കുമ്പോൾ അപ്പോസ്തലന്മാരായിരിക്കുന്ന നമ്മുടെ പൗലോസാകട്ടെ, പത്രോസാകട്ടെ, അങ്ങനെയുള്ള എല്ലാ അപ്പോസ്തലന്മാരും നമുക്ക് നൽകിയിരിക്കുന്ന, നമുക്ക് മുൻചൊന്നിരിക്കുന്ന, മുന്നമേ പറഞ്ഞിരിക്കുന്ന, രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വിഷയങ്ങളെ നാം ഓർക്കണം. ഓർക്ക മാത്രമല്ല, അത് നാം മുറുകെ പിടിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കുകയും ചെയ്യണം എന്നതാണ് പ്രധാനമായിരിക്കുന്ന വിഷയം. ഇതേ കാര്യം പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് മുൻ പറഞ്ഞ ആ ഉപദേശം, നമുക്ക് നൽകിയിരിക്കുന്ന ഉപദേശം 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളെ നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-4 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2 ലേഖനങ്ങളും താൻ പറയുന്നത് ദൈവദാസന്മാർ മുൻ പറഞ്ഞ ഉപദേശം നാം മുറുകെ പിടിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശവും നാം മുറുകെ പിടിക്കുവാൻ ആവശ്യമുണ്ട് എന്ന കാര്യമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ നിലയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ഇന്നോ ഇന്നലെയോ നാം ഏതെങ്കിലും നിലയിൽ കണ്ടുപിടിച്ച കാര്യങ്ങളല്ല. ദൈവം നമുക്ക് വേണ്ടി മുന്നമേ ഒരുക്കി, ദൈവത്തിന്റെ വായ കൽപ്പിച്ച്, ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിച്ചേർത്ത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് നമുക്ക് എഴുതി തന്നിരിക്കുന്ന വചനമാണ്. അതിനോട് നമുക്ക് എന്തെങ്കിലും കൂട്ടുവാനോ
അതിൽ നിന്ന് നമുക്കെന്തെങ്കിലും കുറയ്ക്കുവാനോ സാധ്യമല്ല. ഒന്നും ഇതിനോട് കൂട്ടരുത്, ഒന്നും ഇതിൽ നിന്ന് കുറയ്ക്കരുത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയുമ്പോൾ, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാം. 1 തീമോഥെയോസ് 4:13 നമ്മൾ വായിക്കുന്നുണ്ട്. 1 തീമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ കാണാനായിട്ട് അവരെ വീണ്ടും സന്ധിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ വരുന്നത് വരെയും നീ ദൈവവചനം വായിക്കണം, പ്രബോധിപ്പിക്കണം, ഉപദേശിക്കണം. ഇത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമായിരിക്കുന്നു. പലരെ സംബന്ധിച്ചും ഇന്ന് ഉപദേശം പറയുവാനായിട്ട് പ്രയാസമാണ്. ഉപദേശം കാര്യമായിട്ട് പറയുകയില്ല. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ കർണരസമാകുമാറ് ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അവർക്ക് സാധിക്കും. അങ്ങനെ കർണരസമാകുമാറുള്ള കാര്യങ്ങൾ, കേവലം കെട്ടുകഥകളും കഥകളും പോലെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് പലരെ സംബന്ധിച്ചുമുള്ളത്. ഉപദേശം ശരിയായിരിക്കുന്ന നിലയിൽ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന സ്ഥിതി ഇല്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവവചനം വായിച്ച് ഉപദേശം പഠിക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്നുള്ളത്. അത് ദൈവവചനത്തിൽ ആയി നമുക്ക് എഴുതി തന്നിരിക്കുന്നു. അത് നാം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അങ്ങനെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവരായി, ലജ്ജിക്കാൻ വകയില്ലാത്ത വേലക്കാരായി നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നില്ലെങ്കിൽ നാം ലജ്ജിക്കേണ്ടി വരും. ഇവിടെ നാം ലജ്ജിക്കേണ്ടി വരും, ദൈവസന്നിധിയിലും നാം ലജ്ജിക്കേണ്ടി വരും എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്ന വിഷയമാണ്. പിന്നെ പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറയുന്നത്, നീ ആരിൽ നിന്നാണ് ഈ ഉപദേശം പഠിച്ചത് എന്നുള്ളത് നീ ഓർത്തിരിക്കണം. നീ പഠിച്ച കാര്യം നിനക്ക് ഓർമ്മയുണ്ടാകണം. അത് ആരിൽ നിന്ന് പഠിച്ചു? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പഠിക്കുകയല്ല, ആരെങ്കിലും പറയുന്നത് കേട്ട് പഠിക്കുകയല്ല. ഇന്നിപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലില്, ഗൂഗിളില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. വേദപുസ്തക സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതെല്ലാം നാം ശ്രദ്ധിക്കാതെ വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ ശ്രമിച്ചാൽ അതിനകത്ത് യഹോവ സാക്ഷികൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ശബത്തുകാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്, നിരീശ്വരവാദികൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വകതിരിച്ച് മനസ്സിലാക്കാതെ നാം ചിന്തിക്കുന്നുവെങ്കിൽ, നാം അത് എടുക്കുന്നുവെങ്കിൽ, നാം അത് പഠിക്കുന്നുവെങ്കിൽ നാം വലിയ കുഴിയിൽ ചെന്ന് വീഴുവാനായിട്ട് ഇടയായിത്തീരും, ദുരുപദേശത്തിൽ ചെന്ന് വീഴുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ അനേകര് ഈ ഗൂഗിളിന്റെ സ്വാധീനത മുഖാന്തരം അതിൽ പറഞ്ഞിരിക്കുന്ന കമന്ററികളും അതിൽ പറഞ്ഞിരിക്കുന്ന ആലോചനകളും നിമിത്തം തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരായിട്ട് അനേകരുണ്ട്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം വളരെ സമർത്ഥനായ ഒരു ദൈവദാസനാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് സഹോദരിമാർക്ക് സഭയിൽ പ്രസംഗിക്കാൻ വരെ സാധിക്കും, പ്രബോധനം പറയാം, പ്രാർത്ഥിക്കാം, സ്തോത്രം ചെയ്യാം, ഇതൊക്കെ ചെയ്യാനുള്ള ശുശ്രൂഷ സഹോദരിമാർക്കുണ്ട് എന്നുള്ളതാണ്. ഈ ആലോചന ലഭിച്ചത് ഈ നെറ്റിൽ നിന്നുള്ള പഠനത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇതുപോലെയുള്ള തെറ്റായിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഇടയായിത്തീരുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് നാം ദൈവവചനം ശരിയായിരിക്കുന്ന നിലയിൽ വായിച്ച് പഠിച്ച് അത് പ്രബോധിപ്പിക്കുകയും അത് ഉപദേശിക്കുകയും ചെയ്യണം. സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കണം. ആരിൽ നിന്നാണ് പഠിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഉപദേശ സത്യങ്ങൾ പഠിപ്പിക്കുന്നവരിൽ നിന്നാണ് നാം ഉപദേശം പഠിക്കേണ്ടത്. ഉപദേശ വിഷയങ്ങളെ തെറ്റായി പഠിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് ഉപദേശം പഠിക്കുവാനായിട്ട് നാം പോയാൽ അവരോടൊപ്പം നാമും തെറ്റിപ്പോകുവാൻ, വീണു പോകുവാൻ ഇടയാകും എന്നുള്ളതും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നാം നിശ്ചയം പ്രാപിക്കണമെന്നാണ്. ആരിൽ നിന്ന് നാം പഠിച്ചുവോ എന്ന് മനസ്സിലാക്കി ആ പഠിച്ച കാര്യത്തിൽ നാം നിശ്ചയമുള്ളവരായിട്ട്, നിശ്ചയം പ്രാപിച്ചവരായിട്ട് തീരുവാനായിട്ട് ഇടയാകേണ്ടത് വളരെ ആവശ്യമാണ്.
അതുകൊണ്ട് ദൈവവചനം നിശ്ചയമുള്ളവരായിട്ട് നമുക്ക് തീരണം. അല്ലെങ്കിൽ നാം തെറ്റായിരിക്കുന്ന ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരായി തീരും. അതുകൊണ്ട് അപ്പോസ്തലന്മാർ നമുക്ക് മുൻ പറഞ്ഞ ആ ദൈവവചനം നാം ശരിയായിരിക്കുന്ന നിലയിൽ പഠിക്കുവാനിടയാകേണ്ടത് ആവശ്യമാണ്. ഗലാത്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായി ഞാനാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ വന്ന് മറ്റൊരു സുവിശേഷം നിങ്ങളോട് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവനാണ്. ആ ദൂതൻ ശപിക്കപ്പെട്ടവനാണ്, ഞാനും ശാപഗ്രസ്തനായി തീരുമെന്ന് തന്നെയാണ് പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ അപ്പോസ്തലന് ദൈവാത്മാവ് നൽകിയ ആ ശ്രേഷ്ഠമായിരിക്കുന്ന ഉപദേശം നമുക്ക് നൽകി തന്നിരിക്കുന്നു, അത് എഴുതി തന്നിരിക്കുന്നു. അതാണ് മുൻ എഴുതി തന്ന, മുൻ നമ്മെ ഉപദേശിച്ച വചനം എന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായി ആരും ഒന്നും പറഞ്ഞാൽ അത് അംഗീകരിക്കുവാൻ പാടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അത് നാം വായിക്കുന്നു. ചില സമുദായസ്ഥരായിരിക്കുന്ന ആളുകൾ ഇത് വലിയ നല്ല ഈണത്തിൽ രാഗത്തിൽ പാടാറുണ്ട്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഇറങ്ങി വന്നാൽ വാനവനെങ്കിലും ആ ദൂതൻ താൻ ഏൽക്കും സഭയിൽ ശപിക്കപ്പെട്ടവൻ എന്നുള്ളതൊക്കെ പാടാറുണ്ട്. പക്ഷേ എത്രയോ വ്യത്യസ്തമായിരിക്കുന്ന ഉപദേശങ്ങളാണ് ആളുകൾ വെച്ചു പുലർത്തുന്നത്. ദൈവവചനത്തിലെ ശരിയായിരിക്കുന്ന ഉപദേശം പഠിച്ച് നിശ്ചയം പ്രാപിക്കാതെ അവര് എന്തൊക്കെയോ കേട്ട് പഠിച്ച് തെറ്റായിരിക്കുന്ന ഉപദേശം അംഗീകരിക്കുന്നവരായിട്ട് തീരുന്ന ഏറ്റവും ദാരുണമായിരിക്കുന്ന അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മെ സംബന്ധിച്ച് അത് പാടില്ല. അതുകൊണ്ട് ദൈവാത്മാവ് നമുക്ക് തന്റെ ദാസന്മാരിലൂടെ മുൻചൊന്നിരിക്കുന്ന, നമുക്ക് മുന്നമേ തന്നിരിക്കുന്ന ആ ശ്രേഷ്ഠ ഉപദേശം ഇന്നിപ്പോൾ ഒരു പുതിയ ഉപദേശത്തിന് ആവശ്യമില്ല. ചിലർ പറയുന്നത് ദൈവവചനം പൂർണ്ണമായിട്ടില്ല, അതുകൊണ്ട് ഇന്ന് പല നിലകളിൽ അന്യഭാഷയിലൂടെ ആയാലും പ്രവചനത്തിലൂടെ ആയാലും ദർശനത്തിലൂടെ ആയാലും ഒക്കെ പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ പുതുക്കം പ്രാപിക്കുവാൻ കഴിയുന്ന പല കാര്യങ്ങൾ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരണമെന്നാണ് അവർ പറയുന്നത്. ആ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ കുറവായിരിക്കുന്ന കാര്യങ്ങളാണ്. അത് പോരാതെ ഇരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതലായി ദൈവാത്മാവ് നൽകുന്ന കാര്യങ്ങളാണ് എന്നാണ്. ഇത് എത്രയോ അബദ്ധമായ ഉപദേശമാണ് എന്ന് നമുക്കറിയാം. ദൈവവചനം പൂർണ്ണമാണ്. ഇനിയും ക്രിസ്തീയ സഭയുടെ ജീവിക്ക് വേണ്ടി, ക്രിസ്തീയ സഭയുടെ ഉപദേശമായിട്ട് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിന് ആവശ്യമായ യാതൊരു ഉപദേശവും ഇനിയും ലഭിക്കേണ്ടതില്ല. ദൈവവചനത്തിലുള്ള ഉപദേശങ്ങൾ തന്നെ ധാരാളമാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവവചനത്തിലുണ്ട്. ആ കാര്യങ്ങൾ നാം മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് അപ്പോസ്തലന്മാര് നമ്മോട് പറയുന്നത്. എന്താണ് അപ്പോസ്തലന്മാർ മുൻചൊന്നത്? അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്താണ്? നാം അവിടെ വായിക്കുന്നുണ്ട്. അന്ത്യകാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അന്ത്യകാലം വരുന്നു, ദുർഘട സമയങ്ങൾ വരുന്നു. ആ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനമായി നമ്മോട് അപ്പോസ്തലൻ പറയുന്നത്. ഭക്തിക്ക് വിരുദ്ധമായ മോഹങ്ങൾ മുറുകെ പിടിക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. യൂദായുടെ ലേഖനം 18-ാം വാക്യത്തിൽ നാം വായിക്കുകയുണ്ടായി. പരിഹാസികൾ ഉണ്ടാകും. ഭക്തിക്ക് വിരുദ്ധമായി ജഡമോഹം മുറുകെ പിടിക്കുന്ന ആളുകളുടെ ഉപദേശമാണ് അത് വരാൻ പോകുന്നു. ആസന്ന ഭാവിയിൽ അത് ഉണ്ടാകും എന്ന് അപ്പോസ്തലന്മാർ നമ്മോട് പറഞ്ഞു. ശക്തി ത്യജിക്കുന്നവരായി, ആത്മീയ ശക്തി ത്യജിക്കുന്നവരായി, വചനത്തിന്റെ ശക്തി ത്യജിക്കുന്നവരായി, അത് വിട്ടുകളയുന്നവരായി അനേകരുണ്ടാകും എന്നുള്ള കാര്യം അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം അത് വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം, ആ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് കാണുന്നുണ്ട്. 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ
1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും ജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളായി ദൈവഭയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. നമുക്ക് ഈ അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഇങ്ങനെയുള്ള എത്രയോ കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഭക്തികെട്ട ആളുകൾ, പാപത്തിൽ ജീവിക്കുന്ന ആളുകൾ, ശക്തി ത്യജിച്ചു കളയുന്ന ആത്മീയ ശക്തി ത്യജിച്ചു കളയുന്ന ആളുകൾ, അവര് ഭോഗപ്രിയരായി ഭക്തി ത്യജിച്ചു കളഞ്ഞ് ഭൗതികമായിരിക്കുന്ന നന്മകളും ഭൗതിക ഉല്ലാസങ്ങളും ജഡത്തിന്റെ മോഹങ്ങളുമായി ജീവിക്കുന്ന നടക്കുന്ന അനേക ആളുകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവരെ വിട്ടൊഴിയണം എന്നാണ് അപ്പോസ്തലൻ ഉപദേശിക്കുന്നത്. അവരുമായി നമുക്ക് കൂട്ടായ്മ ഉണ്ടാകുവാൻ പാടില്ല. അനേകരെ സംബന്ധിച്ചിടത്തോളം അനേകർ പറയുന്ന ഒരു ഉപദേശം, ഒരു വ്യക്തിയെ തിരുവത്താഴ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്താൻ ആർക്കും അവകാശമില്ല. അത് കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. സ്വയം പരിശോധിച്ച് ആർക്കും അതിൽ ഭാഗവാക്കാകാം. അതിൽ നിന്ന് മാറ്റി നിർത്തുവാൻ അവകാശമില്ല എന്നുള്ള ഒരു തെറ്റായ പഠിപ്പിക്കൽ, തെറ്റായ ഉപദേശം ചിലരെങ്കിലും മുറുകെ പിടിക്കുന്നുണ്ട്. അതിലെ 2 വശങ്ങൾ. ഒന്ന്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവരെ വിട്ടൊഴിഞ്ഞോണം എന്നാണ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിച്ചത്. നിങ്ങൾ അവരെ വിട്ട് ഒഴിയണം, അവരുമായിട്ട് കൂട്ടായ്മ പാടില്ല. അല്ല, അങ്ങനെയുള്ള തെറ്റായിരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരെ സഭാ കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ളതും ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സഭയിൽ ഭിന്നത വരുത്തുന്നവരെ 1-2 പ്രാവശ്യം അവരെ ഉപദേശിക്കാം, പിന്നെ അവരെ ഒഴിവാക്കുക. അപ്പോൾ ഈ ഒഴിവാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് തിരുവത്താഴ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നാണ്, അഥവാ സഭാ കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവി. അപ്പോൾ പാപം ചെയ്ത് അതിക്രമത്തിലും അകൃത്യത്തിലും ജീവിക്കുന്ന, ദുഷ്കർമ്മം ചെയ്ത് ജീവിക്കുന്ന, അധമമായിട്ട് ജീവിക്കുന്നവരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. അതുകൊണ്ട് തിരുവത്താഴ ശുശ്രൂഷയിൽ തുടരുവാൻ യോഗ്യതയില്ലാതെ പാപത്തിൽ ജീവിക്കുന്നവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയുവാൻ ദൈവസഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാർക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കറിയാവുന്ന കാര്യമാണ്. സഭയുടെ അച്ചടക്ക നടപടിയെക്കുറിച്ച് വലിയവനായ കർത്താവ് പറഞ്ഞപ്പോൾ മത്തായി സുവിശേഷം 18-ാം അധ്യായം, അവിടെ ഒരുത്തൻ തെറ്റിൽ അകപ്പെട്ടാൽ നീ അത് മനസ്സിലാക്കിയാൽ നീ അവൻ തന്നെ ഉള്ളപ്പോൾ അവനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവൻ ബോധ്യം വന്നാൽ നീ അവനെ നേടി, നല്ല കാര്യം. അഥവാ നീ പറയുന്ന കാര്യം അവൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ 2 പേരെ കൂടെ കൂട്ടിക്കൊണ്ട് ചെന്ന് അവനോട് സംസാരിക്കണം. അവരെയും അവൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ സഭയോട് പറയണം. സഭ അവനെ വിളിച്ച് സംസാരിച്ചിട്ട് സഭയെയും അവൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവൻ നിങ്ങൾക്ക് ചുങ്കക്കാരനും പുറജാതിയും പോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? അവനെ നിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തണം. അവനെ കൂട്ടായ്മയിൽ വെച്ചുകൊണ്ടിരിക്കുവാനായിട്ട് പാടില്ല. ഇന്ന് അനേക തെറ്റായിരിക്കുന്ന ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവര്, ജീവിതത്തിൽ ദുർമാർഗികളായിട്ട് ജീവിക്കുന്നവര്, ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവര്, വ്യഭിചാരം ചെയ്യുന്നവര്, പരസംഗം ചെയ്യുന്നവര്, ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ സ്ഥലം സഭയിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന, തിരുവത്താഴത്തിൽ സംബന്ധിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന വളരെ ശോചനീയമായിരിക്കുന്ന അവസ്ഥ ചില സ്ഥലം സഭകളിലെങ്കിലും ഉണ്ട്. അത് ദൈവവചനം വളരെ വ്യക്തമായി നിഷേധിക്കുകയാണ്, അതിനെ വിരോധിക്കുകയാണ്. അതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്.
ഉപദേശം പൂർണ്ണമായിട്ട് അംഗീകരിക്കണം. വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളത് ഉപദേശം തന്നെയാണ്. പരസംഗം ചെയ്യരുത് എന്നുള്ളത് ഉപദേശം തന്നെയാണ്. എത്രയോ വാക്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെറ്റായിരിക്കുന്ന രീതിയിൽ സ്ത്രീ പുരുഷ ബന്ധമുണ്ടായി മുന്നോട്ട് പോകുന്ന ആളുകൾ അതോടൊപ്പം തന്നെ ദൈവസഭയുടെ കൂട്ടായ്മയിലും തുടരുവാനായിട്ട് ആഗ്രഹിച്ചു വരുമ്പോൾ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള ആർജവം ദൈവസഭയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന അധ്യക്ഷന്മാരായിരിക്കുന്ന ഉണ്ടായിരിക്കണം. അത് ദൈവവചന പ്രകാരമാണെന്ന് അവർക്ക് ബോധ്യം വരുത്തണം. സഭയ്ക്ക് ആ ബോധ്യം വരുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായിരിക്കുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും കൂട്ടി ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വചനപ്രകാരമുള്ള കാര്യമല്ല. ഒരിക്കൽ ഒരു ദേവദാസൻ ഇങ്ങനെ പറയുകയുണ്ടായി, നമ്മൾ ഉപദേശം പഠിപ്പിച്ച് നമുക്കിപ്പോ ആളുകളൊന്നും ഇല്ലാതായി, ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഇതര സമൂഹങ്ങൾ, വേർപെട്ട സമൂഹങ്ങൾ തന്നെ, അവർക്കൊക്കെ എന്തുമാത്രം ആളുകളുണ്ട്. നമ്മൾ ക്ഷയിച്ച് വരികയാണ്. നമ്മൾ ഈ ഉപദേശം പറഞ്ഞാണ്. അതുകൊണ്ട് ഉപദേശമല്ല ഇന്ന് നമുക്ക് ആവശ്യം. നമ്മൾ ആളുകളെ ചേർത്ത് പിടിക്കണം. തെറ്റിൽ അകപ്പെട്ടു പോയ മനുഷ്യരെ ചേർത്ത് പിടിക്കണം. അവരെ സ്നേഹിക്കണം. അവരെ സ്നേഹിച്ച് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകണം. ഉപദേശം പറഞ്ഞ് അവരെ അകറ്റിക്കളയുകയല്ല വേണ്ടത്. എത്ര നല്ലൊരു കാര്യമാണ് അല്ലെ? മാനുഷികമായിട്ട് ചിന്തിച്ചാൽ നല്ല കാര്യമാണ്. പക്ഷെ ദൈവവചനം അത് അനുവദിക്കുന്നുണ്ടോ? ദൈവവചനം പറയുന്നത് ഉപദേശം പൂർണ്ണമായിട്ടും അനുസരിക്കണം. നാം ആദ്യം പറഞ്ഞ വാക്യത്തിലേക്ക് വരുമ്പോൾ നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ഉപദേശം നാം കാര്യമായിട്ട് ഗൗരവമായിട്ട് എടുക്കണം. ഉപദേശത്തിന് യാതൊരു വെള്ളം ചേർക്കുവാനും നമുക്ക് അവകാശമില്ല. യാതൊരു മായം ചേർക്കുവാൻ നമുക്ക് അവകാശമില്ല. അതുപോലെ നമ്മുടെ ജീവിതവും വളരെ കരുതലുള്ളതും വിശുദ്ധിയുള്ളതുമായിരിക്കണം. വേർപാടും വിശുദ്ധിയും പാലിച്ച് ജീവിക്കുന്നവരായിരിക്കണം നമ്മൾ. അതുകൊണ്ട് ഉപദേശം പറയുന്നത് കൊണ്ട്, ഉപദേശം അംഗീകരിക്കണമെന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തി ആ കൂട്ടായ്മ വിട്ടുപോകുന്നെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ആ വ്യക്തി പോകട്ടെ എന്ന് വെക്കുക മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. ഈ ദിവസങ്ങളിലെ ഒരു സഹോദരൻ പരസ്യമായിട്ട് മീഡിയയിൽ ഇട്ടു, ബ്രദറൻ കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ പരമ്പരാഗതമായ ഒരു സഭയിൽ ചേരുകയാണ്. കാരണം പറഞ്ഞിരിക്കുന്നത് 2-3 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, തിരുവത്താഴത്തിൽ പാനപാത്രം ഒരു ഗ്ലാസ്സിൽ നിന്ന് ഒരു പാത്രത്തിൽ നിന്ന് മുത്തി കുടിക്കുന്നു, അത് പാടില്ല. രണ്ടാമത്തേത്, വിവാഹം സംബന്ധിച്ച് മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വിവാഹം ചെയ്യുന്നതിനെ വിലക്കുന്നു ബ്രദറൻകാരൻ. മൂന്നാമത്തേത്, വ്യക്തിപരമായി മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതിനെ ചില സന്ദർഭങ്ങളിൽ ചോദ്യം ചെയ്യുന്നു. ഇത് ബ്രദറൻകാരുടെ കുത്തകയല്ല, ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യമല്ലേ. തിരുവത്താഴത്തിൽ ഒരു പാനപാത്രം ആണ്, 2 പാനപാത്രം പാടില്ല. ഒരു പാത്രത്തിൽ ഉള്ള വീഞ്ഞാണ് നമ്മൾ കുടിക്കേണ്ടത്. അത് വലിയൊരു പാത്രത്തിൽ വെച്ചാൽ ആ പാത്രത്തോടെ നാം എടുത്ത് കുടിക്കുകയാണോ, അതോ 2-3 ഗ്ലാസുകളിൽ ഒഴിക്കുകയാണോ, അതോ 10 ഗ്ലാസ്സിൽ ഒഴിക്കുകയാണോ എന്നുള്ളത് ഓരോ സ്ഥലം സഭയും തീരുമാനിക്കേണ്ട കാര്യമാണ്. അവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇത് അത്ര നിസ്സാരമായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ, വിവാഹം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ 14-ാം വാക്യം വായിക്കുന്നത്, നിങ്ങൾ അവിശ്വാസികളുമായി ഇണയല്ല പിണ കൂടരുത്. വളരെ വ്യക്തമായി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപാടും വിശുദ്ധിയും പാലിച്ച് കർത്താവിനെ ആരാധിച്ച് ജീവിക്കുന്നവരുമായി മാത്രമേ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായ ദൈവവചനത്തിന്റെ ഉപദേശമാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത് തെറ്റാണോ? അതുകൊണ്ട് ബ്രദറൻ കൂട്ടായ്മ വിട്ടുപോകാനുള്ള കാരണമാണോ അത്? മൂന്നാമത്തെ കാര്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. നാം മുമ്പ് ചിന്തിച്ചു. അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ഒരു വ്യക്തി പോയാൽ, അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടി മുന്നോട്ട് പോയാൽ അവരോട് സംസാരിക്കുകയും അത് അരുത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം സഭകൾക്കുണ്ട്. അതുകൊണ്ട് ഈ കാരണം പറഞ്ഞ് ബ്രദറൻ കൂട്ടായ്മ വിട്ടുപോകേണ്ട യാതൊരു ആവശ്യവും ആർക്കുമില്ല. അങ്ങനെ പോകുന്നെങ്കിൽ അതിന് മറ്റെന്തോ കാരണങ്ങളുണ്ട്. കേവലം ഇതൊരു പഴിചാരി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിരിക്കുന്ന ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന അനേകരുണ്ട്.
അവരെ എല്ലാം ചേർത്ത് പിടിച്ച് ഉപദേശം എന്തുമായിക്കോട്ടെ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ, ഇഷ്ടമുള്ളത് ഉപദേശിച്ചോ, നീ അത് ഘനതരമാണെങ്കിൽ, കൂടുതൽ നിനക്ക് ഭാരം തോന്നുമെങ്കിൽ അത് നീ ചെയ്യണ്ട, നീ അത് അനുസരിക്കണ്ട എന്നൊന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ദൈവവചനം അനുവദിക്കുന്നില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവ് പറഞ്ഞ ആ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവങ്ങളാണ്, അനുഭവങ്ങളാണ് നമുക്കുള്ളത്. വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസത്യാഗം ധാരാളമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്നാണ്. നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് അതിന്റെ ലക്ഷണമായി വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന, തണുത്തു പോകുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശ്വാസം തണുത്തു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുവാൻ ഇടയാകാതെ നാം വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇടയാകേണ്ടത് വളരെ ആവശ്യമാണ്. മനുഷ്യന്റെ താല്പര്യം അനുസരിച്ച് ഉപദേശത്തെ മാറ്റിമറിക്കുവാനും അതിനെ ഭേദഗതി വരുത്തുവാനും താല്പര്യപ്പെടുന്ന ഉപദേഷ്ടാക്കന്മാരുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവവചനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സത്യവചനം മനുഷ്യന്റെ താല്പര്യമനുസരിച്ച് മാറ്റിമറിക്കുകയാണ്. അത് സാരമില്ല. അത് ഈ പ്രത്യേക സാഹചര്യത്തിൽ അത് സാരമില്ല. വചനത്തിൽ അങ്ങനെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അത് നമ്മൾ ഇപ്പോൾ അംഗീകരിക്കേണ്ട. കാരണം ആ സഹോദരൻ പാവമാണ്, ആ സഹോദരൻ ഒരു നല്ല മനുഷ്യനാണ്, അവനൊരു അബദ്ധം പറ്റിയെന്നേ ഉള്ളൂ, ഒരു തെറ്റ് പറ്റിപ്പോയി, അവന്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ചു പോയി, അവൻ വേറൊരു വിവാഹം ചെയ്തു, അവന് ജീവിക്കണ്ടേ, അവനൊരു ജീവിതം വേണ്ടേ, അതുകൊണ്ട് വചനത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും സാരമില്ല, നമുക്കവനെ ചേർത്ത് കൊണ്ടുപോകാം, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്ന ചിന്ത, അതിനനുസരിച്ച് വചനത്തെ കോട്ടിമാറ്റിക്കളയുന്ന അനുഭവം. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ വചനത്തെ കോട്ടിക്കളയുന്ന ആ അനുഭവത്തിലേക്ക്, അവരുടെ നാശത്തിനായി അതിനെ കോട്ടിക്കളയുന്നു എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഉപദേശം മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. യൂദായെ പോലെ അതിവിശുദ്ധ വിശ്വാസം മുറുകെ പിടിക്കുവാൻ നമുക്ക് ഇടയാകണം. യൂദായുടെ ആ ഉപദേശം നാം ശിരസാ വഹിച്ചുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഉപദേശത്തിന് അനുസൃതമായി നമുക്ക് ജീവിക്കാം. ഉപദേശം മുറുകെ പിടിച്ച് നമുക്ക് ജീവിക്കാം. ഉപദേശത്തെ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. ആ വലിയ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാം. ദൈവമായ കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം.